പല സ്ഥലങ്ങളിലെ രാജാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന്, അതായത് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ ചെന്ന്, അതിനകത്ത് സോദോം രാജാവുമുണ്ട്, ആ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവരെ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി. അങ്ങനെ കൊള്ളയടിച്ച് പോയി. അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, സോദോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെയും കൊണ്ടുപോയി. 15-ാം വാക്യത്തിൽ, തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ച ഒരു അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ അവരെ പിന്തുടർന്നു. അബ്രാം പറഞ്ഞില്ല, അവൻ അന്നേ എനിക്കറിയാം അവൻ ഇത് തന്നെ വരണം, കാര്യം എന്നെ കളഞ്ഞേച്ച് ഞാൻ തിരഞ്ഞെടുത്തോളാന്ന് പറഞ്ഞപ്പം നീരോട്ടമുള്ളതൊക്കെ നോക്കി പോയതല്ലേ, അവൻ ഇങ്ങനെ വരണമെന്നൊന്നും പറഞ്ഞില്ല. ലോത്ത് കഷ്ടത്തിലായി എന്ന് കണ്ടപ്പോൾ, പിന്മാറ്റക്കാരൻ നമ്മൾ വേണമെങ്കിൽ വിളിച്ചോ, പിന്മാറ്റക്കാരനായ ലോത്ത് കഷ്ടത്തിലായി എന്ന് കണ്ടപ്പോൾ അബ്രാം എന്ത് ചെയ്യുന്നു? അവനെ സഹായിക്കാൻ പോകുകയാണ്. നമ്മളെ കൂടെ നിൽക്കുന്നവരെ മാത്രമല്ല, നമ്മളെ വിട്ടിട്ട് പോയവരെയും സഹായിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അതാണ് ആത്മീയൻ്റെ ലക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അബ്രഹാം ചെന്ന് അവരെ തോൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവൻ്റെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മശേക്കിൻ്റെ ഇടതു ഭാഗത്തുള്ള ഫേബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. നോക്കുക, കംപ്ലീറ്റ് മടക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, എല്ലാം തിരികെ കൊണ്ടുവരുന്നതായ അവസ്ഥ. പിന്നെ അവിടെ നമ്മൾ മൽക്കിസദേക്ക് വരുന്ന കാര്യമൊക്കെ കാണുന്നുണ്ട്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അവനെ വന്ന് കണ്ടു. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ, ശാലേം രാജാവ് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നവനായ അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ മൽക്കിസദേക്കിൻ്റെ അനുഗ്രഹം ആ പറയുന്നതിനകത്തൊരു വലിയൊരു അർത്ഥമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഞാനങ്ങ് ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ച് കാണുമെന്നില്ല, ചിലപ്പോൾ അറിയത്തില്ല. ഏതാണെങ്കിലും അന്ന് ആ 318 അഭ്യാസികളെ അവിടെ കളഞ്ഞു വെച്ച് പോരാഞ്ഞത് നന്നായി. അവന്മാരുള്ളത് കൊണ്ടാണ് ഇന്നിപ്പം ഇത്രയും പേരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അന്ന് ഇവന്മാരെ കളഞ്ഞേച്ച് പോന്നായിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായിരുന്നേനെ. നമ്മുടെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെ, അവന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവന്മാരുള്ളത് കൊണ്ടാണ് ലോത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത് എന്ന് ചിന്തിച്ച് കാണുമെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. പക്ഷെ മൽക്കിസദേക്ക് വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? അവന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പിടിവൻ. അവൻ പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. മൽക്കിസദേക്ക് പറയുക, എടാ, നിന്റെ പടയാളികളുടെ മഹിമ കൊണ്ടൊന്നുമല്ല, ദൈവമാണ് ഈ വ്യക്തികളെ, ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. ഇറ്റ് ഈസ് ഗാഡ്. അതുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നോക്ക്. നിന്റെ അഹങ്കാരമൊക്കെ കള, നീ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ നോക്ക്. അത്യുന്നതനായ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ രണ്ട് വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. ഒന്ന്, തൻ്റെ മഹിമ കൊണ്ടല്ല താൻ രാജാക്കന്മാരെ തോൽപ്പിച്ചത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. അതവന് മനസ്സിലായി. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന് സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അവനോട് പറയുന്നു, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. സ്വാഭാവികമായും അന്ന് യുദ്ധത്തിൽ ജയിക്കുന്നവന് ഉള്ളതാണ് തോറ്റവരുടെ മുഴുവൻ സമ്പത്തും. അപ്പോൾ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാർ, അപ്പോൾ 5 4 9 രാജാക്കന്മാരുടെ സമ്പത്താണ് അബ്രഹാമിൻ്റെ കയ്യിൽ ഇപ്പം വന്നിരിക്കുന്നത്. എന്തോരം വലിയ സമ്പത്താണ്. പക്ഷെ അബ്രഹാം ഇതൊന്നും എടുത്തില്ല. സോദോം രാജാവ് പറഞ്ഞു, സമ്പത്തൊക്കെ നീ എടുത്തോ, ആളുകളെ എനിക്കിങ്ങ് തന്നാൽ മതി. വലിയൊരു ഓഫറാണ് ഇല്ലേ? ഭയങ്കര ഓഫറാണ്. പക്ഷേ അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന്
ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഇതും മൽക്കിസദേക്ക് പറഞ്ഞ അതേ വാചകമാണ്. മൽക്കിസദേക്ക് അവനോട് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എന്താ മൽക്കിസദേക്ക് പറയുന്നറിയാമോ? എടാ, ഇത് കഴിയുമ്പം സോദോം രാജാവ് വന്ന് നിനക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറയും. എടാ, നിൻ്റെ അനുഗ്രഹം സോദോം രാജാവിൻ്റെ അനുഗ്രഹമല്ല. നിൻ്റെ അനുഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയുടെ അനുഗ്രഹമാണ്. യഹോവ അനുഗ്രഹിച്ചാലേ ഉള്ളൂ, സോദോം രാജാവ് തന്നാലൊന്നുമില്ല. അത് അബ്രാം മനസ്സിലാക്കിയതുകൊണ്ട് സോദോം രാജാവ് പറഞ്ഞപ്പം അവൻ അതേ വാചകം പറയാ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി ഞാൻ സത്യം പറയുന്നു, എനിക്ക് വേണ്ട, ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട. നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാൻ എൻ്റെ സമ്പത്ത് ദൈവത്തിൽ നിന്ന് വന്നാൽ മതി. വലിയൊരു മാനസാന്തരമാണ്. മൽക്കിസദേക്ക് വന്ന് അബ്രഹാമിനോട് 2 വാചകമേ പറഞ്ഞുള്ളൂ. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതം മാറ്റിമറിച്ച 2 വാക്കുകളാണ് അത്. ഹല്ലേലൂയ. അതിനുശേഷം ലോത്ത് പിന്നെയും സോദോമിൽ തന്നെ താമസിച്ചു. സോദോം രാജാവിൻ്റെ സമ്പത്ത് വേണ്ട. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്നത്, അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. വളരെ നമ്മളെ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞപ്പോൾ, അത് നമ്മൾ വായിച്ചതാണ്. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. അപ്പോൾ സമ്പത്ത് വേണ്ട, ദേശം വേണ്ട, സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സമ്പന്നനാക്കും. ഓക്കെ, അത് ഉപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉപേക്ഷിച്ചല്ലോ, വെരി ഗുഡ്, നിൻ്റെ മനസ്സെനിക്ക് സന്തോഷമായി, എന്നാൽ ഞാൻ നിനക്ക് ഈ സമ്പത്ത് തരും. ഇപ്പം ഇവൻ്റെ മനസ്സിലെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവൻ ഈ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം. 4 രാജാക്കന്മാർ. ഈ 4 രാജാക്കന്മാരെല്ലാം ഭയങ്കര കാശുള്ളവർ മാത്രമല്ല, ഒത്തിരി ഇതെല്ലാം ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ചിന്ത ഈ 5, 4, 9 രാജാക്കന്മാരുടെ പൈസയും ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്നാ? അബ്രഹാമിൻ്റെ കയ്യിലുണ്ടെന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവർ നാച്ചുറലി എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പം അവന്മാർ വന്ന് അബ്രഹാമിനെ ആക്രമിക്കും, ഈ സമ്പത്തെല്ലാം കിട്ടണ്ടേ. അപ്പോൾ അബ്രഹാമിനൊരു പേടിയെങ്കിലും കാണും എന്ന് ഞാൻ ചിന്തിക്കുക. ഇനി അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമോ? അവരുടെ എല്ലാം മനസ്സിൽ എൻ്റെ കയ്യിൽ കാശുണ്ടെന്നാ ചിന്ത. എന്നെ ഉപദ്രവിക്കുമോ, എനിക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പേടിച്ചപ്പോൾ, അതായത് സമ്പത്ത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്കിതെല്ലാം തരുമെന്ന് പറഞ്ഞു. സ്വയരക്ഷയെക്കുറിച്ച് ഭീതി ഉണ്ടായപ്പോൾ കർത്താവ് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഞാൻ നിൻ്റെ പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പിടിക്കുന്നതാണ്. അതായത് ആര് വെട്ടാൻ വന്നാലും പരിചയ്ക്കേ കൊള്ളത്തുള്ളൂ, പുറകെ നിൽക്കുന്ന ആൾക്ക് കൊള്ളത്തില്ല. അതാണ് സംരക്ഷണം. ദൈവം പറയുക, ഞാനാണ് നിൻ്റെ പരിച, നിന്നെ ഒരു മനുഷ്യൻ പോലും തൊടത്തില്ല. നീ 4 രാജാക്കന്മാർ നിന്നെ കൊല്ലാൻ വരുമെന്ന് വെച്ച് ചിന്തിച്ചിരിക്കുകയാണോ? ഇല്ല, അവരാരും നിന്നെ തൊടത്തില്ല. ഞാനാണ് നിൻ്റെ പരിച മാത്രമല്ല, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഐ എം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നത് സംരക്ഷണവും പ്രതിഫലവുമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അത് രണ്ടും വേണ്ടാന്ന് വെച്ചവനാണ് അബ്രഹാം. അത് വേണ്ടാന്ന് വെച്ചു, ദൈവം അവന് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഭൂമിയിൽ അവനെ വലിയ രാജാവാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ കർത്താവ് പറയാണ്, നിന്നെ ആരും സ്പർശിക്കത്തില്ല, തൊടത്തില്ല, ഞാൻ നിൻ്റെ പരിചയമാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. എന്നാൽ അതോട് ചേർന്ന് നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഓഫർ കുറച്ചുകൂടെ വലുതാണ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. എണ്ണിക്കൂടാത്ത തലമുറയെ അവൻ ഓഫർ ചെയ്യുകയാണ്. ഒന്ന്, അവൻ വേണ്ടാന്ന് വെച്ച, അല്ലെങ്കിൽ അവൻ രാജ്യം വേണ്ടാന്ന് വെച്ചപ്പോൾ അത് ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് കർത്താവ് പറഞ്ഞു. 2, അവൻ ഭീതിപ്പെട്ടപ്പോൾ ഞാൻ നിൻ്റെ പരിചയമാണെന്ന് പറഞ്ഞു. 3,
നിൻ്റെ കാലഘട്ടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, നിനക്ക് അനേക തലമുറകളെ ഞാൻ തരും എന്ന് കർത്താവ് ഓഫർ ചെയ്തു. അബ്രഹാമിനോട് പറയാണ് നിന്നെ പ്രതിനിധീകരിക്കുവാൻ. അതായത് അബ്രഹാം ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ്. ഇനി നിന്നെ പ്രതിനിധീകരിക്കുവാൻ അനേക തലമുറകളെ ഞാൻ നിനക്ക് തരും എന്നുള്ള കാര്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, ഞാൻ നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. പ്രിയമുള്ളവരെ, അബ്രഹാം സ്വയമായിട്ടൊന്നും വേണമെന്ന് ആഗ്രഹിച്ചില്ല. അവന് ദൈവം കൊടുത്തതേ ഉള്ളൂ. ദൈവം കൊടുത്തതിൽ അവൻ അഹങ്കരിച്ചില്ല, അതിൻ്റെ പിന്നാലെ പോയില്ല. ഈവൻ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ ആ തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും ലോത്തിന് വിട്ടുകൊടുത്തവനാണ് അബ്രഹാം. എന്നിട്ടും അവൻ്റെ സഹോദരൻ അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അവൻ പഴയതൊന്നും ഓർത്ത് പ്രതികാരം ചെയ്യുകയല്ല, പ്രത്യുത അവനെ സഹായിക്കാൻ ചെല്ലുന്നു. ദൈവം അവനോട് ഇടപെടുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തപ്പോൾ, അനാത്മികന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ഞാനാണ് നിൻ്റെ പ്രതിഫലം. എല്ലാ സംരക്ഷണവും ഇല്ലാതെയായിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ നിൻ്റെ പരിചയമാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു. ദൈവം നമ്മോട് ഉടമ്പടി ചെയ്യുന്ന ഒരവസ്ഥ